യുഡിഎഫിനെയും കോൺഗ്രസിനെയും ഏറ്റവും കൂടുതൽ അപമാനിച്ച് വ്യാജ വാർത്തകൾ കൊടുക്കുകയും ചെയ്ത മാധ്യമ ചാനലായ റിപ്പോർട്ടർ ചാനലിലെ മുതലാളിമാർക്ക് ഇനി പണി വീഴും. പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിൽ സുഖിച്ചിരുന്ന പല കുത്തക നേതാക്കൾക്കും പൂട്ടുവീഴും. കാരണം ഭരണം മാറി, സർക്കാരും മാറി. റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിമാരായിട്ടുള്ള അഗസ്റ്റിൻ സഹോദരന്മാർ ഇനി കൂടുതൽ നിയമക്കുരുക്കിൽ ആടും എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. അതായത് കേരള രാഷ്ട്രീയത്തെയും മാധ്യമ ലോകത്തെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന ഒരു നിർണായക വാർത്തയിലേക്കാണ് ഇന്ന് വിരൽ ചൂണ്ടുന്നത്. ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് നീതിയെക്കുറിച്ചും നിയമത്തെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്നവർ സ്വന്തം ജീവിതത്തിൽ എന്താണ് കാണിച്ചു കൂട്ടുന്നത്? അതെ, വിവാദമായിട്ടുള്ള മുട്ടിൽ മരമുറി കേസിൽ പ്രതികളായിട്ടുള്ള റിപ്പോർട്ടർ TV ഉടമകൾ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് ഇപ്പോൾ വൻ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. നമുക്കറിയാം, VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്ന നേതാക്കൾക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ആയിരിക്കുന്നത്. നമുക്കറിയാം, പിണറായി സർക്കാരിന്റെ കാലത്ത് ഇവർ എത്രത്തോളം സംരക്ഷിക്കപ്പെട്ടു, എത്രത്തോളം UDF-നെ കടന്നാക്രമിച്ചു, പല വ്യാജ വാർത്തകളും കൊടുത്ത് UDF-നെയും കോൺഗ്രസിനെയും ഒരേപോലെ ഇല്ലാതാക്കാൻ നോക്കി. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഓരോന്നിനും ഓരോ തീർപ്പ് എന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി VD സതീശൻ ഇതിനെ കൊണ്ടുപോകും. ഒന്നിനു പുറകെ ഒന്നായിട്ട് എല്ലാ കേസുകളിലും കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് വനം വകുപ്പും പോലീസും കളി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് സത്യത്തിൽ ഈ മുട്ടിൽ മരമുറി കേസ്? നമുക്കറിയാം, റവന്യൂ വകുപ്പിന്റെ ഉത്തരവിന്റെ മറവിൽ വയനാട്ടിലെ മുട്ടിൽ വില്ലേജിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഈട്ടിത്തടികളും ചന്ദനത്തടികളും അങ്ങനെ മറ്റ് സംരക്ഷിത മരങ്ങളും വ്യാജരേഖ ചമച്ച് മുറിച്ച് കടത്തി എന്നതായിരുന്നു കേസ്. പാവപ്പെട്ട ആദിവാസികളെയും കർഷകരെയും പറ്റിച്ചാണ് ഇവർ ഈ ഒരു കൊള്ള നടത്തിയിരുന്നത്. അതായത് പട്ടയത്തിന് കൊടുത്ത ഭൂമിയിൽ തങ്ങളുടെ മരങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പറയുന്ന അഗസ്റ്റിൻ സഹോദരന്മാർ ഈ ഒരു കള്ളക്കടത്ത് നടത്തിയത്. കേവലം ചെറിയൊരു തുക മാത്രം നൽകി കോടികൾ വിലമതിക്കുന്ന വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ് അവർ അന്ന് വെട്ടിക്കടത്തിയത്. വനം വകുപ്പ് പിടിച്ചെടുത്ത 15 കോടിയോളം രൂപയുടെ ഈട്ടിത്തടികൾ തങ്ങൾക്ക് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് അഗസ്റ്റിൻ സഹോദരന്മാർ നൽകിയ അപ്പീൽ കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ തള്ളിക്കളഞ്ഞിരുന്നു. മരങ്ങൾ നിയമവിരുദ്ധമായാണ് മുറിച്ചത് എന്നും ഇവർ പൂർണ്ണമായിട്ടും സർക്കാരിലേക്ക് കണ്ടു കെട്ടണമെന്നുമാണ് കോടതി ഉത്തരവിട്ടത്. ഇപ്പോൾ ഈ വിഷയം വീണ്ടും ഇത്രയും ചർച്ചയാകാൻ കാരണം കേരളത്തിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. മുഖ്യമന്ത്രി VD സതീശൻ തുടക്കം മുതലേ ഈ ഒരു വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. മാധ്യമ സ്ഥാപനത്തിന്റെ മറവിൽ നിൽക്കുന്ന ഈ മരക്കള്ളന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പലതവണ വ്യക്തമാക്കിയതാണ്. മുൻപ് പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ ഒരു കേസ് ഒതുക്കി തീർക്കാൻ ശ്രമങ്ങൾ നടന്നു എന്ന ആക്ഷേപം ശക്തമായിരുന്നു. അതായിരുന്നു കണ്ടത്. എന്നാൽ കേസ് അന്വേഷണ സംഘം അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെയുള്ള എല്ലാ കേസുകളിലും കൃത്യമായിട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. നിയമത്തിൽ നിന്നും ഇനി ഈ ഒരു ചാനൽ മുതലാളിമാർക്ക് അത്ര എളുപ്പം രക്ഷപ്പെടാൻ കഴിയില്ല എന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, മറ്റുള്ളവരെ വിചാരണ ചെയ്യുന്ന മാധ്യമങ്ങൾ സ്വയം വിചാരണ നേരിടേണ്ടി വരുന്ന ഒരു കാഴ്ചയാണ് കേരളം കാണുന്നത്. റിപ്പോർട്ടർ ചാനലാണ്, ആ ചാനലിലെ മുതലാളിമാരാണ്. എന്തായാലും 15 കോടിയുടെ ഈ ഒരു വൻ മരക്കൊള്ളയ്ക്ക് പിന്നിലെ യഥാർത്ഥ മുഖങ്ങൾ പൂർണ്ണമായിട്ടും വെളിച്ചത്ത് കൊണ്ടുവരാൻ VD സതീശൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് നടക്കും എന്നതാണ്. അതിന് അദ്ദേഹം വേണ്ട തീരുമാനങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. എന്തായാലും നിലവിലെ സ്ഥിതിഗതികളും നിയമ നടപടികളും അതിന്റെ ഇങ്ങനെയാണ്. വനംവകുപ്പ് പിടിച്ചെടുത്ത ഏകദേശം 15 കോടി രൂപ വിലമതിക്കുന്ന ഈട്ടിത്തടികൾ തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ട് മുഖ്യപ്രതികളായിട്ടുള്ള അഗസ്റ്റിൻ സഹോദരന്മാർ സമർപ്പിച്ച അപ്പീൽ വയനാട് അഡീഷണൽ ജില്ലാ കോടതി തള്ളിക്കളഞ്ഞിരുന്നു. തടികൾ പൂർണ്ണമായിട്ടും സർക്കാരിൻ്റെതാണ് എന്ന് വനംവകുപ്പിന്റെ വാദം കോടതി അംഗീകരിച്ചു. കേസിലെ മുഖ്യപ്രതികളായിട്ടുള്ള റോജി അഗസ്റ്റിൻ, ആൻഡ്രോ അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർക്കെതിരെയുള്ള എല്ലാ 41 കേസുകളിലും അന്വേഷണ സംഘം സുൽത്താൻ ബത്തേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കോടതി ഉത്തരവിനെ തുടർന്ന് പിടിച്ചെടുത്ത വനം വകുപ്പിന്റെ കുപ്പാടി ഡിപ്പോയിൽ സൂക്ഷിച്ചിരുന്ന മരത്തടികൾ നശിച്ചു പോകാതിരിക്കാൻ ലേലം ചെയ്യുന്നതിന്റെ മുന്നോടിയായിട്ട് പോലീസ് വനം വകുപ്പ് സംയുക്ത സംഘം മരങ്ങളുടെ കണക്കെടുപ്പ് വീണ്ടും പൂർത്തിയാക്കിയിരിക്കുകയാണ്. കേരളത്തിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണമാണിത്. പ്രതിപക്ഷ നേതാവായിരുന്ന കാലം മുതൽ മുട്ടിൽ മരമുറി കേസിൽ വളരെ കർശനവും വിട്ടുവീഴ്ചയില്ലാത്തതുമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ആളായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ. ഇപ്പോൾ അദ്ദേഹം കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുത്തതോടെ പ്രതികൾക്ക് നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടുക അസാധ്യമായിട്ട് മാറും എന്ന വിലയിരുത്തലുകൾക്ക് രാഷ്ട്രീയമായിട്ട് വലിയ പ്രാധാന്യമുണ്ട്. 2021 മരം കൊള്ള പുറത്തു വന്നപ്പോൾ ഇത് കേരളം കണ്ട ഏറ്റവും വലിയ വനക്കൊള്ളയാണെന്നാണ് നിയമസഭയിൽ തുറന്നടിച്ചതും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടതും മുഖ്യമന്ത്രി VD സതീശനായിരുന്നു. മുൻ
സർക്കാരിലെ ഉന്നതർക്കും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഓഫീസറും ഈ വനക്കൊള്ളയുമായിട്ട് ബന്ധമുണ്ടെന്ന് ആരോപിക്കുകയും കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെ പരസ്യമായിട്ട് ചോദ്യം ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. അതിനാൽ അദ്ദേഹം ഭരണത്തലവനായിട്ട് എത്തുമ്പോൾ കേസ് നടപടികൾ കൂടുതൽ സുതാര്യവും വേഗതയേറിയതാകും എന്നുള്ളതാണ് ഉറപ്പ്. രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തൊട്ടു മുൻപായി തന്നെ കേസിലെ മുഖ്യപ്രതികളായ റോജി ആൻഡോ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർക്കെതിരെയുള്ള എല്ലാ 41 കേസുകളിലും അന്വേഷണ സംഘം സുൽത്താൻ ബത്തേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വനം വകുപ്പ് പിടിച്ചെടുത്ത 15 കോടിയോളം രൂപയുടെ ഈട്ടിത്തടികൾ തങ്ങൾക്ക് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ നൽകിയ അപ്പീൽ വയനാട് അഡീഷണൽ ജില്ലാ കോടതി തള്ളിയത് വളരെ തിരിച്ചടിയായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മരങ്ങൾ പൂർണ്ണമായിട്ട് സർക്കാരിൻ്റെതാണ് എന്ന് കോടതി വ്യക്തമാക്കിയതോടെ പ്രതികളുടെ വാദങ്ങളുടെ മുനയൊടിയുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്തായാലും കോടതി നിർദ്ദേശപ്രകാരം വനം വകുപ്പിന്റെ കുപ്പാടി ഡിപ്പോയിൽ സൂക്ഷിച്ചിരുന്ന മരങ്ങളുടെ വിശദമായിട്ടുള്ള കണക്കെടുപ്പ് വളരെ കൃത്യതയോടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത നടപടികളിലേക്ക് കടക്കും. ഈ തടികൾ ഉടൻ തന്നെ ലേലം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് വനം വകുപ്പുള്ളത്. ഏതായാലും റിപ്പോർട്ടർ ടിവിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ചാനൽ കൈമാറ്റ രേഖകളെക്കുറിച്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നുണ്ട്. മാധ്യമ സ്ഥാപനത്തിന്റെ മറവിൽ നിയമത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഇനി ഇവർക്ക് കഴിയില്ല എന്ന അവസ്ഥയിലാണുള്ളത്. ചുരുക്കത്തിൽ മരമുറി കേസിലെ പ്രതികൾക്ക് വഴിവിട്ട സഹായങ്ങൾ നൽകാൻ പുതിയ UDF സർക്കാരോ മുഖ്യമന്ത്രി VD സതീശനോ ഒട്ടും തയ്യാറാകില്ല എന്നുള്ള ഉറപ്പാണത്. വരും ദിവസങ്ങളിൽ ഈ ഒരു കേസിലെ വിചാരണ നടപടികൾ അതിവേഗത്തിലാക്കാനാണ് സാധ്യത. എന്തായാലും അഗസ്റ്റിൻ സഹോദരന്മാർക്ക് ഇനി നിയമത്തിന് മുന്നിൽ നിന്ന് അത്ര എളുപ്പം തടിയൂരാൻ കഴിയില്ല എന്നത് രാഷ്ട്രീയ നിരീക്ഷകരും ഒരുപോലെ സമ്മതിക്കുന്ന കാര്യമാണ്. പ്രതിപക്ഷ നേതാവായിരുന്ന കാലം മുതൽ മുട്ടിൽ മരമുറി കേസിലെ വനം കൊള്ളക്കെതിരെയും നിയമസഭയിലും പുറത്തും വിട്ടുവീഴ്ചയില്ലാതെ പോരാട്ടം നയിച്ച നേതാവായിരുന്നു VD സതീശൻ. നിയമസഭയിലെ ആ പഴയ പ്രതിപക്ഷ നേതാവല്ല ഇപ്പോൾ VD സതീശൻ. മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. കസേര മാറിയപ്പോൾ കളി മാറി. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കയ്യിലുള്ള പുതിയ മുഖ്യമന്ത്രിയാണ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ കൊണ്ട് എതിരാളികളെ പോലും നിശബ്ദരാക്കിയ ഒരു ഭരണാധികാരി തലപ്പത്തിരിക്കുമ്പോൾ മരക്കള്ളന്മാർക്കും അഴിമതിക്കാർക്കും ഇനി കേരളത്തിന്റെ മണ്ണിൽ രക്ഷയുണ്ടാകില്ല എന്നുള്ള കാര്യമാണ് നോക്കിക്കാണേണ്ടത്. എന്തായാലും ചോദ്യങ്ങൾ ചോദിച്ച് തെളിവുകൾ നിരത്തി അഴിമതിക്കെതിരെ നിയമസഭയുടെ നടുത്തളത്തിൽ വിറപ്പിച്ച ഒരു ഭൂതകാലം ഈ മുഖ്യമന്ത്രി VD സതീശനുണ്ട്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ അദ്ദേഹം എണ്ണി ചോദിച്ച ഓരോ ചോദ്യങ്ങളും ഇന്ന് മുഖ്യമന്ത്രിയുടെ കസേരയിലിരുന്ന് അദ്ദേഹം നടപ്പാക്കാൻ പോവുകയാണ്. ഫയലുകൾ മടക്കി വെച്ച് കേസ് ഒതുക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ഇത് UDFന്റെ കാലമാണ്. എന്തായാലും ആ ചോദ്യങ്ങൾക്കും കേസുകൾക്കും മുമ്പിൽ നിങ്ങൾ അടിപതറും എന്നുള്ളതാണ്. എന്തായാലും മാധ്യമങ്ങളുടെ, വൻകിട ബിസിനസ്സുകാരുടെ, രാഷ്ട്രീയ സ്വാധീനങ്ങളുടെയോ തണലിൽ നിയമത്തെ വിലക്കെടുക്കാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അവർക്കത് തെറ്റി. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് വിട്ടുവീഴ്ചയില്ലാതെ പ്രവചിക്കുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന ഒരാളാണ്. അഴിമതിയോട് ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അഗസ്റ്റിൻ സഹോദരന്മാർക്ക് നേരെ സതീശൻ തൊടുത്തുവിട്ട നിയമത്തിന്റെ അമ്പുകൾ ഇനി ലക്ഷ്യം കാണാതെ മടങ്ങില്ല എന്നതാണ്. പറഞ്ഞ വാക്ക് മാറ്റാത്ത നിലപാടുകളിൽ വെള്ളം ചേർക്കാത്ത നേതാവാണ് ഈ മുഖ്യമന്ത്രി VD സതീശൻ. എന്തായാലും മുട്ടിൽ മരമുറി വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ അദ്ദേഹം എടുത്ത അതേ കർശന നിലപാട് ഇന്നും തുടരുകയാണ്. അപ്പോൾ ഈ ഒരു നീക്കം ഇപ്പോൾ നടന്നിരിക്കുന്നത് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിനും ആ ചാനലിലെ ഉടമകളായിട്ടുള്ള ഈ അഗസ്റ്റിൻ സഹോദരന്മാർക്കും വലിയ തിരിച്ചടിയാണ്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ നിർണായക നീക്കങ്ങൾ അറിയാൻ കഴിയും. VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് മുതൽ ഇതിനെതിരെ രംഗത്ത് വന്നതാണ്. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ അതിനെതിരെ ഏതൊക്കെ തരത്തിലുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക എന്നത് നമുക്ക് നോക്കിക്കാണാം.